ഹലോ, ഇന്ന് ഒരു ഉരുളക്കിഴങ്ങ് മസാലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിന്റെയും അതുപോലെ നമുക്ക് ചോറിന് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. പക്ഷെ ഇന്ന് ഇത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ കറിയായിട്ടാട്ടോ ഞാനത് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ. ഈ ഒരു മസാലക്കറി മാത്രം മതി കേട്ടോ. അതുപോലെ അരിപ്പുട്ടിന്റെ കൂടെ ഇത് നല്ലൊരു അടിപൊളി കോംബോ ആണ് കേട്ടോ ഈ ഒരു ഉരുളക്കിഴങ്ങ് കറി. അപ്പൊ അതിനായിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള 3 പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതുപോലെ പച്ചമുളക് കറിവേപ്പില ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഞാൻ പേസ്റ്റ് ആണ് കേട്ടോ ആദ്യം പറഞ്ഞ, അല്ല അരിഞ്ഞു വെച്ചിട്ടുള്ള കേട്ടോ. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റിയതിനു ശേഷം നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. സവാള 2 3 എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. കുറച്ചധികം ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ അധികം സവാള എടുക്കാം കേട്ടോ. ഇനി സവാള നമുക്ക് നന്നായിട്ട് വഴച്ചെടുക്കാം കേട്ടോ. ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിന് ചേർത്താൽ മതി, കുറച്ച് ചേർത്താൽ മതി. ഇപ്പോൾ ലാസ്റ്റ് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി സവാള നന്നായി വഴന്നു വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് വഴച്ചാട്ടോ. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ എടുക്കുന്നുള്ളൂ കേട്ടോ. എരിവുള്ളത് കൊണ്ട് കേട്ടോ അത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ചേർക്കുന്നത് മസാലപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വെജിറ്റബിൾ മസാലപ്പൊടിയാണ് കേട്ടോ. അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടികളൊന്നും മൂത്ത് വരണ വരെ മിക്സ് ചെയ്യാം കേട്ടോ. അതുപോലെ സിമ്പിളായിരിക്കണം കേട്ടോ. ഫ്ലെയിം ലോ ഫ്ലെയിം ആയിരിക്കണം. അതിനുശേഷം 1 മിനിറ്റ് ഒന്ന് വഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്തോരം ഗ്രേവി വേണോ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് ഞാൻ സ്ക്വയർ ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്താൽ പിന്നെ ഒന്നുമില്ല, നമ്മൾ അതിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നമ്മൾ കുറുക്കിയെടുക്കാം. നന്നായിട്ട് വറ്റി വരണ വരെ എടുക്കുക കേട്ടോ. എന്തോരം ചാറ് വേണോ അതുവരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ്. നമുക്ക് രാവിലെ ടപ്പേന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഈ കറി തന്നെ നമുക്ക് കുട്ടികൾക്ക് ലഞ്ചിനും കൊടുത്തു വിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റെങ്കിലും അടച്ചു വെച്ചതിന് ശേഷം എടുക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.